الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-മാഇദ 30-ാമത്തെ വചനം ആദം നബി അലൈഹിസ്സലാമിന്റെ ആദ്യത്തെ രണ്ട് മക്കളുടെ ചരിത്രമാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. വതുലു അലൈഹിം, അവരുടെ മേൽ താങ്കൾ പാരായണം ചെയ്തു കൊടുക്കൂ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ ക്രൈസ്തവർക്ക്, അവർക്ക് അതുപോലെ അറബികൾക്കും യഹൂദ ക്രൈസ്തവർക്ക് സത്യം അറിഞ്ഞിട്ടും അങ്ങേയറ്റത്തെ അസൂയ നിമിത്തമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അംഗീകരിക്കാത്തത്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആ ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കൾ തമ്മിൽ അസൂയ വെച്ചുകൊണ്ട് ഒരുവനെ കൊല്ലുകയാണ്. ആ കഥയാണ് യഹൂദർക്കും അതുപോലെ ക്രൈസ്തവർക്കും അറബികൾക്കും പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത്. നോക്കൂ, വതുലു അലൈഹിം, അവരുടെ മേൽ താങ്കൾ പാരായണം ചെയ്തു കൊടുക്കൂ. നബഅ ആദം, ആ ആദം സന്തതികളുടെ വൃത്താന്തം, അവരുടെ ചരിത്ര കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ ബിൽ ഹഖ്, അതിന്റെ യാഥാർത്ഥ്യപ്രകാരം. അതിന് പലതരത്തിലുള്ള ഉപകഥകളും പലതും പ്രചരിക്കുന്നുണ്ട് നാട്ടിൽ. അതിനുമല്ല യഥാർത്ഥ കഥ പറഞ്ഞു കൊടുക്കൂ, വൃത്താന്തം പറഞ്ഞു കൊടുക്കൂ നബിയെ. ഇത് ഖർറബ, അവർ ഖുർബാനി നടത്തിയപ്പോൾ, അതായത് ബലി നടത്തിയപ്പോൾ, ഖുർബാനൻ ഒരു ഖുർബാനി, അതായത് ബലി, ഒരു തരത്തിലുള്ള ഒരു ബലി അവർ നടത്തി അർപ്പിച്ചപ്പോൾ അള്ളാഹുവിന് ബലി നടത്തിയതാണ് പറയുന്നത്. അള്ളാഹു ബലി നടത്താൻ കൽപ്പിച്ചത് പ്രകാരം അവർ ബലി നടത്തുകയാണ്. അതിൽ ഒരുവന്റേത് അള്ളാഹു സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖിറത്തി, മറ്റവന്റേത് അള്ളാഹു സ്വീകരിച്ചില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പോലെ ആദ്യത്തെ ആളുടേത് മൂത്തവന്റേത് സ്വീകരിച്ചില്ല, ഇളയതവന്റേത് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഖാല, അപ്പോൾ ആ അസൂയ മൂത്തുകൊണ്ട് ആ ജ്യേഷ്ഠൻ അനുജനോട് പറയുകയാണ്, ലഅഖ്തുലന്നക, നിന്നെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും. ഖാല, അപ്പോൾ ആ അനുജൻ പറഞ്ഞു, മറ്റേ സഹോദരൻ പറയുകയാണ്, ഇന്നമാ, നിശ്ചയമായും അത് കാര്യം, യതഖബ്ബലുല്ലാഹു, അല്ലാഹു ബലി സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ്. നിനക്ക് തഖ്വയില്ലാത്തത് കൊണ്ടാണ് നിന്നിൽ നിന്നും അത് സ്വീകരിക്കാതിരുന്നത് എന്ന് കൃത്യമായി അവന് ജ്യേഷ്ഠന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കഥയാണ് യഹൂദ ക്രൈസ്തവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നത്.